ഹായ് ഓൾ. ഇന്ന് ഞാൻ ഒത്തിരി നാളായി ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എനിക്ക് നല്ല ചുമയുണ്ട്. അപ്പം ശബ്ദം മാറിയിരിക്കും, ക്ഷമിക്കുക. അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബാഗിനെ കുറിച്ച് പറയാം. ഈ ബാഗാണ് ഞാൻ സാധാരണ കുറച്ച് ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ഈ ബാഗ് ഇത് എൻ്റെ ഇളയ മോള് വാങ്ങി തന്നതാണ്, അല്ലാതെ ഞാൻ വാങ്ങിച്ചതല്ല. എൻ്റെ ഇളയ മോള് വാങ്ങിച്ചു തന്നു. ഇത് ഏതിൻ്റെയാ കമ്പനി? ആക്സസറൈസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാഗാണ്. ഇതാ അവളാണ് വാങ്ങി തന്നെ. ഓക്കെ, അപ്പോൾ ആ ബാഗിൻ്റെ അകത്ത് ഞാനൊരു ചെറിയ ബാഗ് വയ്ക്കാറുണ്ട്. അതായത് എപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നൊരു ബാഗാണ്. അതായത് ചെറിയ ബാഗാണെങ്കിലും നല്ല സ്പേസും എല്ലാം ഉള്ളൊരു ചെറിയ ബാഗാണിത്. ഇതിന് ലെങ്ത് ഉണ്ട്, ഷോൾഡറിലൊക്കെ ഇടാൻ പറ്റിയ. ഇത് എൻ്റെ അനിയത്തി കൊണ്ടുവന്ന് തന്നതായിരിക്കും. അവൾ പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. നല്ല ലെതറിൻ്റെയാണ്, ഒത്തിരി കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത നല്ല കംഫി ആയിട്ടുള്ള, നമുക്ക് മൊബൈലും പേഴ്സും എല്ലാം അത്യാവശ്യത്തിനുള്ള എല്ലാം ഇടാൻ പറ്റിയ ഒരു കൊച്ചു ബാഗാണ്. നല്ല രസമുള്ളതാണ്, പ്യോർ ലെതറാണ് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ ആ ബാഗിൻ്റെ അകത്ത് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ വലിയ ബാഗിൽ എന്താണ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം ഈ പുറമേ ഉള്ള സിബിൻ്റെ അകത്ത്, അതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒത്തിരി ദിവസമായി ഞാൻ എടുത്തിട്ട്. അതായത് ഇത് ഇത്ര, അതൊന്ന് സ്പെക്സ് ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, പിന്നെ ഒരു പേന, ഒരു പിന്ന്, പിന്നെ ഇതെൻ്റെ മോള് കൊണ്ടുവന്നതാണ്. ഇത് ബ്രേസ്ലെറ്റാണ്. അവൾ ദൂരെ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ ട്രൈബ്സ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് ഇടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ആ ബ്രേസ്ലെറ്റാണിത്. ഇത് നല്ല രസമാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ തന്നെ, ചെറിയ ചെറിയ മുത്ത് വെച്ച്, പഞ്ചാര മുത്തെന്ന് പണ്ട് നമ്മളൊക്കെ പറയും, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ. അപ്പോൾ അതുമാതിരിയുള്ള അവിടുത്തെ ട്രൈബ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ചെറിയ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇനി വന്നിട്ട് ഇതിൻ്റെ അകത്ത് വേറൊരു അറയുണ്ട്. അതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു കുഞ്ഞു പേഴ്സ്, മണി പേഴ്സ്, ചില്ലറയൊക്കെ ഇടാനായിട്ട്. പിന്നെ ഒരു ബുക്കാണുള്ളത്, പിന്നെ ഒരു ചെക്ക് ലീഫ്, 1-2 ചെക്ക് ലീഫ്, പിന്നെ ഇത് ഒരു കൃഷ്ണ ഭഗവാന്റെ ഒരു പടം. ഇത് ഒരു അമ്പലമുക്കിലുള്ള ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയതാണ് ഇത്. അപ്പോൾ അതാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു 2 രൂപ, അന്നത്തെ പണ്ടത്തെ 2 രൂപ 10 രൂപയൊക്കെ ഉള്ള ഒരു കൊച്ച് ഇതാണ്. മഹാരാജ അവർ സ്പോൺസർ ചെയ്ത ഒരു കൈനീട്ടം കിട്ടിയതാണ് എനിക്ക് അന്നത്. മഹാരാജ ഡിജിറ്റൽ കളർ ലാബുകാർ അവർക്ക് കൊടുത്തിട്ട് അവർ അന്ന് 1-ാം തീയതി വന്ന് എല്ലാവർക്കും കൈനീട്ടം കൊടുത്തായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഇത്ര. പിന്നെ അതിൻ്റെ അകത്തുള്ളത് ഒരു തെർമോമീറ്റർ. ഇതൊക്കെ എടുത്തിട്ടിരുന്നിട്ട് ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ബാഗിൽ കിടക്കുന്നതാണ്. തെർമോമീറ്റർ, ഒരു സ്ലൈഡ്, പിന്നെയും ഒരു പിന്ന്, പിന്നെ ഇത് നല്ലൊരു അത്തറാണ് കേട്ടോ. ഇത് നല്ല മണമാണ്, അത്യാവശ്യത്തിന്. ഇത് ജലദോഷമൊക്കെ വരുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും, അത്ര നല്ല മണമാണിതിന്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുള്ള അറയുടെ അകത്ത്, ഒരു ചെറിയ അറയ്ക്കകത്തുള്ളത്. എപ്പോഴും ഞാൻ അതൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ. ഇതെപ്പോഴും എൻ്റെ കയ്യിൽ കാണും, ടിഷ്യൂ പേപ്പർ. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് ടോയ്ലറ്റിലൊക്കെ ഇടയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ വെള്ളം, ബാത്റൂമിൽ, ടോയ്ലറ്റ് അത്ര വൃത്തി കാണാത്ത ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പോകാൻ അത്യാവശ്യം പോകണമെന്നും വെച്ചോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് ടിഷ്യൂ കയ്യിൽ വെച്ചേക്കും. ഇൻ കേസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ കയറുന്ന ഹോട്ടലിൽ നിന്ന് ടിഷ്യൂ എടുത്തിട്ട് ഞാൻ പോകും. അങ്ങനെയും പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടിഷ്യൂ എൻ്റെ കയ്യിൽ കാണും. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പുറത്തെ ഒരു ചെറിയ അറയ്ക്കകത്തുള്ളത് ഒരു പെർഫ്യൂമാണ്. ഇതും എൻ്റെ മോൾ എനിക്ക് തന്നതാണ്, അല്ലെങ്കിൽ മോൾ എനിക്ക് തന്നതാണ്. ഓറിയൻ്റൽ പോപ്പി. എന്തുവാണെന്ന് എനിക്ക് ബ്രാൻഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല മണമുള്ള, എനിക്ക് ചില മണങ്ങളൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം അവൾക്കറിയാം എനിക്ക് ഏതാണ് ഇഷ്ടമെന്ന്. എനിക്ക് ലെമൺ, ജാസ്മിൻ അങ്ങനെയൊക്കെയുള്ള മണങ്ങളാണ് ഇഷ്ടം.
അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു മണമാണ്, അതാണുള്ളത്. പിന്നെ ഉള്ളത് എപ്പോഴും ഞാൻ എൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പക്കാലം തൊട്ട് ഞാൻ കൊണ്ട് നടക്കുന്നതാണ് എൻ്റെ ഭഗവത്ഗീത. ഒരു കുഞ്ഞ് ഭഗവത്ഗീത എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ഇതെടുത്ത് വെച്ച് വായിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഭഗവത്ഗീത എൻ്റെ ഏതെങ്കിലും ഒരു ബാഗിൽ കാണും, അല്ലെങ്കിൽ ഒരു കൃഷ്ണഭഗവാന്റെ പടമെങ്കിലും കാണും. അപ്പോൾ ഈ വലിയ ബാഗ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ളതാണ് ഈ ഭഗവത്ഗീത. ഇപ്പോഴൊക്കെ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഇത് എത്രാമത്തെ എഡിഷനോ ഒന്നും അറിയില്ല, പക്ഷേ ഇത് എന്ന് വാങ്ങിച്ചതൊന്നും പോലും എനിക്ക് ഒട്ടും ഓർമ്മയില്ല. 2013-ലോ 12-ലോ അങ്ങാണ്ട് വാങ്ങിച്ചതാണിത്. അന്ന് തൊട്ടേ എൻ്റെ പേഴ്സിൽ കിടക്കുന്നത് തന്നെയാണ് ഈ ഒരു ഭഗവത്ഗീത. പിന്നെ ഇതൊരു കാർഡ്, മൊബൈലിൻ്റെ ഒരു എന്തോ കാർഡെന്ന് പറയുമല്ലോ, ആ കാർഡ്. പിന്നെ 2 ചെറിയ ചാർജർ, പഴയ ചാർജറാണ്. അപ്പോൾ ഇയർഫോൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചാർജ് ചെയ്യാനുള്ളതാണ്. മറ്റേ എൻ്റെ ഫോണിൻ്റെയൊക്കെയാണ്, ഞാനത് പോകാൻ നേരത്താണ് ഫോണും ചാർജറും എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇതും ഒരു ടിഷ്യൂ തന്നെയാണ്. ഇത്രയാണ് എൻ്റെ ഈ വലിയ ഹാൻഡ് ബാഗിലുള്ളത്. അപ്പോൾ ഈ വലിയ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എൻ്റെ ഈ ചെറിയ ഹാൻഡ് ബാഗ് ഈ വലിയ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരുവിധം നല്ല വലുതാണ്, നല്ല ബാഗാണ്, നല്ല രസമാണ്. ഈ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബാഗാണ്. എൻ്റെ ഇളയ മോൾ എനിക്ക് വാങ്ങിച്ചു തന്നെ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ കുട്ടി ഹാൻഡ് ബാഗ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഈ കുട്ടി ഹാൻഡ് ബാഗിൽ എന്താണുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കുട്ടി ഹാൻഡ് ബാഗിൽ ഈ ഫ്രണ്ടിൽ 2 ചെറിയ അറയുണ്ട്. ഒന്നുമില്ല. ഇതിലെന്തോ കുറച്ച് സ്ലൈഡും പിന്നും ഒരു 5 രൂപ തുട്ടും, ഇത്ര തന്നെ ഒരറയ്ക്കകത്തുള്ള ഈ അറയ്ക്കകത്ത്. ഇനി ഇതിലെന്തോ ആണുള്ളത്, ബില്ലിൽ ഇത് ഞാൻ ഇടയ്ക്ക് ഗുരുവായൂർ പോയായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോയപ്പം അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ്, ഭഗവാന്റെ ചന്ദനവും തുളസിയിലയും കൂടെ അകത്ത് അർച്ചന ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അത് ഞാൻ സൂക്ഷിച്ചെൻ്റെ പേഴ്സിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലും ഞാൻ അത്യാവശ്യം ടിഷ്യൂസ് എപ്പോഴും വെച്ചേക്കും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും കൈ തുടയ്ക്കാൻ ചിലപ്പം കർച്ചീഫൊന്നും ഇല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചാൽ വീണ്ടും ടിഷ്യൂ. പിന്നെ ഇതൊരു ബില്ല്, എന്തോ അടച്ചതിൻ്റെ ബില്ലാണ്. പിന്നെ ഒരു പേഴ്സ്. ഈ പേഴ്സ് പോലും ഈ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് കയറും. ഈ പേഴ്സിൽ കാർഡ് മാത്രമേ ഉള്ളൂ. കാർഡ്, എൻ്റെ ID കാർഡുകൾ, ബാങ്കിൻ്റെ കാർഡ്, ആധാർ, പാൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് ഇതും എൻ്റെ ഇളയ മോള് തന്നതാണ്. നല്ലൊരു കുട്ടി പേഴ്സാണ്, ഇളയ മോള് തന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി കാലമായി അവൾ തന്നിട്ട്. ഇതിൻ്റെ അകത്തും എന്തുവാണുള്ളതെന്ന് വെച്ചാൽ ഒരു ദേവിയുടെ ഒരു കാർഡ്. ഇത് എത്രയോ വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അതായത് പണ്ടൊരിക്കൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണിത്. അപ്പോൾ അതാണിത്. പിന്നെ ആധാർ, ഇത്ര തന്നെ ആധാർ, പിന്നെ കുറച്ച് ചില്ലറ പൈസ. എപ്പോഴും 1-2 രൂപ ഞാൻ എപ്പോഴും എല്ലാ പേഴ്സിലും ഇട്ടേക്കും. ഇതും ഒരു ബില്ലാണ്, എന്തിൻ്റെ ബില്ലാണെന്ന് അറിയില്ല. മൊബൈൽ ഇടയ്ക്ക് എനിക്ക് ചീത്തയായിപ്പോയി. അപ്പം മൊബൈൽ നന്നാക്കാൻ കൊടുത്തപ്പോൾ അവർ തന്ന നന്നാക്കിയതിൻ്റെ റെസിപ്റ്റാണ് അത്. ഇത്രയാണ് അതിലുള്ളത്. പിന്നെ ഇതെല്ലാം കാർഡുകളാണ്, ചിലതൊക്കെ എക്സ്പയർ ആയ കാർഡുകളാണ്, പക്ഷേ ഞാനതങ്ങനെ വെച്ചേക്കും. പിന്നെ ഉള്ളതൊരു മാസ്ക്. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്, എടുത്ത് കളഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ച് നേരം യൂസ് ചെയ്തോളൂ. അപ്പം മാസ്ക്, കാരണം എനിക്ക് ചുമയുണ്ടല്ലോ, അപ്പം ഞാൻ ഇപ്പോൾ എപ്പോഴും മാസ്ക് കൂടെ എടുക്കും. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ പല വട്ടവും ഞാൻ കാണിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, കളർ കെമിസ്ട്രിയുടെ ആ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. നല്ലൊരു എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്നൊരു കളറാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞ് കാർഡ്സ് വെക്കാനുള്ള ഒരു അറയുണ്ട്, അതിലൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഈ അറയ്ക്കകത്ത് ഈ കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഒരു ചെറിയ സിബുള്ള അറയും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഒന്നും ഇല്ല, ഒരു സ്പെക്സ് തുടയ്ക്കാനുള്ള ഇത് വായു ഗുളിക, നമുക്കൊക്കെ നല്ലതാണ്, ആയുർവേദത്തിൻ്റെ വായു ഗുളിക. ഇപ്പം നമ്മൾ ഇൻ കേസ് വെളിയിലൊക്കെ പോയി എല്ലാം കഴിക്കുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഞാനിങ്ങനെയുള്ളൊരു ഗുളിക വാങ്ങിച്ചു വെച്ചേക്കും. എന്തെങ്കിലും വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒരു 2-3 എടുത്ത് കഴിക്കും, ആയുർവേദം. പിന്നെ ഒരു ലിപ് ബാം, ഈ ലിപ് ബാം. പിന്നെ പൊട്ട് ഇതേപോലത്തെ ഒരു പൊട്ട്, പല കളറിലുള്ള പൊട്ടാണ്, ആ കളർ പൊട്ട് കാണും. പിന്നെ ഇതും ഒരു പെർഫ്യൂമാണ്, ഇതും എൻ്റെ മോള് തന്നതാണ് എനിക്ക്. ഇത് നല്ല മണമുള്ള പെർഫ്യൂമാണ് കേട്ടോ. അത്യാവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ടൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ. ഇത് ഏതിൻ്റെ ആണെന്ന്, എന്തുവാ
അഫോർഡ് ട്രീറ്റ്സ് ഒന്നും എന്തോ എഴുതിയിരിക്കുന്നത്, അവൾ തന്നതാണിത്. പിന്നെ ഇത് ഐബ്രോ, ഇത് കാജൽ പെൻസിൽ തീരാറായി, ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചാണ് ഞാൻ ഇന്ന് കണ്ണെഴുതിയിരിക്കുന്നത്. അത് പിന്നെ ഒരു പേന, പിന്നെ അതെ 10 രൂപ. ഇത്രയൊക്കെയാണ് എൻ്റെ പേഴ്സിലുള്ളത്. എൻ്റെ പേഴ്സിൽ അങ്ങനെ പൈസ വലുതായിട്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പേഴ്സിലുള്ളത്. പിന്നെ അത്യാവശ്യത്തിന് ഞാനിപ്പോൾ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മൊബൈൽ, അതിൻ്റെ ചാർജർ, ചിലപ്പം മോയ്സ്ചറൈസർ, ചിലപ്പം സൺസ്ക്രീന് എല്ലാം വലിയ ബാഗിലെടുത്തിടും. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൻ്റെ അകത്ത്, വേറൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തെങ്കിലും ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു ബുക്ക് സൂക്ഷിക്കും. ആ ബുക്ക് ഇപ്പം ഞാനെടുത്ത് പുറത്ത് വെച്ചെന്നോണം, അതായത് ഞാൻ മറന്നു പോകും പല കാര്യങ്ങളുമേ. അപ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എനിക്ക് മൊബൈലിൽ നോട്ട് ചെയ്യണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബുക്കാണെങ്കിൽ നമുക്ക് എഴുതി അങ്ങ് വെച്ചിട്ട് പിന്നെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അതാണ് എനിക്കെപ്പോഴും സൗകര്യമായിട്ട് തോന്നണേ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബുക്ക് വെക്കാറുണ്ട്. പിന്നെ അത്യാവശ്യത്തിനുള്ള ചിലപ്പം ഗുളികകൾ, വിക്സിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഗുളികകൾ, ഒരു ക്രോസിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമേ. ഓക്കെ, ബൈ, ലവ് യു ആൾ.